വളരെ മിസ്റ്റീരിയസ് ആയി ചുണ്ടിൽ കത്തിക്കാതെ വെച്ചൊരു സിഗരറ്റ് കൈതൊടാതെ ചുണ്ടിനറ്റത്തേക്ക് മാറ്റിക്കൊണ്ട് ആരെയോ വാച്ച് ചെയ്യുന്ന സ്റ്റൈലൻ വില്ലനായി മമ്മൂട്ടിയെ കണ്ട് തരിച്ചു നിന്നിട്ടുണ്ട് ഈ നാട്. ആ ഒരൊറ്റ നിമിഷത്തിൽ അയാളുടെ മിന്നിമാഞ്ഞു പോയ ഭാവത്തിൽ അരനൂറ്റാണ്ടിലേറെ തഴക്കമുള്ള പുതുമ തെളിഞ്ഞു നിന്നു. കണങ്കാവൽ എന്ന ചിത്രത്തിലെ ആന്റഗോണിസ്റ്റിന്റെ പുതിയ വേഷത്തിലേക്ക് മിനുങ്ങിത്തെളിഞ്ഞ് ആ കുലപതി എത്തുമ്പോൾ അയാളുടെ ചക്രവാളങ്ങൾ ഭേദിക്കുന്ന പുതിയ അവതാരത്തിനായാണ് നാട് കാത്തിരിക്കുന്നത്. തുടക്കം മുതൽ തന്നെ കൊടും കുറ്റവാളിയായ സയനൈഡ് മോഹനായാണ് അയാളുടെ പകർന്നാട്ടം എന്ന റൂമറുകളുണ്ട്. വില്ലനോ നായകനോ എന്നതല്ലല്ലോ ആ സിനിമാദാഹിയുടെ എപ്പോഴത്തെയും പ്രയോറിറ്റി. അപ്ഡേറ്റുകൾ ഓരോന്നും അതിലേക്ക് തന്നെ വിരൽ ചൂണ്ടുമ്പോൾ സെർച്ച് എഞ്ചിനുകളിൽ വീണ്ടും വീണ്ടും ആ പേര് കൂടെ തെളിയുകയാണ്. ഇന്നും എണ്ണം തിട്ടമില്ലാത്ത അത്ര സ്ത്രീകളുടെ സ്വപ്നങ്ങളെ ഒരു മരുന്ന് കഷ്ണത്തിന്റെ ചവർപ്പിൽ തകർത്തെറിഞ്ഞ് മറഞ്ഞു കളഞ്ഞ സയനൈഡ് മോഹൻ. മെയ് 29 ബംഗളൂരു ഉപ്പാർപേട്ട KSRTC ബസ് സ്റ്റാൻഡിലെ വിശ്രമമുറിക്ക് പുറത്ത് കൂട്ടം കൂടി നിന്ന സ്ത്രീകൾ നേരം ഒരുപാട് കഴിഞ്ഞിട്ടും തുറക്കാതിരുന്ന ശുചിമുറിയുടെ വാതിൽക്കൽ ബഹളം വയ്ക്കാൻ തുടങ്ങി. പലരും വാതിലിൽ മുട്ടി വിളിച്ചു. പക്ഷെ അകത്ത് കയറിയ സ്ത്രീ പുറത്തിറങ്ങിയില്ലെന്ന് മാത്രമല്ല, അവരുടെ അനക്കം പോലും കേൾക്കാനില്ല. സഹികെട്ട കൂട്ടം ആ വാതിൽ ബലമായി തള്ളി തുറന്നു. അകത്തെ കാഴ്ച കണ്ട് തരിച്ചു നിന്നു. സുന്ദരിയായ ഒരു സ്ത്രീ മരിച്ചു കിടക്കുന്നു. വിവരമറിഞ്ഞ് പോലീസ് എത്തി പരിശോധിച്ചെങ്കിലും അവർ ആരെന്ന് തെളിയിക്കുന്ന യാതൊരു അടയാളങ്ങളും കണ്ടെത്താനായില്ല. ശുചിമുറിയിൽ മരണം പൂകിയ അജ്ഞാത യുവതി കാസർഗോഡ് ഉപ്പള സ്വദേശിനിയായ സംഗീത അധ്യാപിക പൂർണിമ. മരണകാരണം അകത്ത് ചെന്ന സയനൈഡ്. അന്വേഷണത്തിൽ പൂർണിമയുടേത് ആത്മഹത്യയെന്ന് പോലീസ് തീർപ്പെഴുതി. പത്രങ്ങളിൽ ഒരു കുഞ്ഞുകോളം വാർത്തയായി പൂർണിമയും മറവിയിൽ മറഞ്ഞു. എങ്കിലും ആത്മഹത്യ ചെയ്യാൻ എന്തിനാ അധ്യാപിക ബംഗളൂരു വരെ പോയി? എന്തിന് ശുചിമുറി തിരഞ്ഞെടുത്തു? ചോദ്യങ്ങൾ അവശേഷിച്ചെങ്കിലും അതിന് ഉത്തരം എത്തുനിന്നതും ഇരുട്ടിലാണ്. 2009 ജൂൺ 18 മറ്റൊരു കാലം, മറ്റൊരു ദേശം. കർണാടകയിലെ ഹാസൻ. അവിടുത്തെ ഇന്റർസിറ്റി ബസ് സ്റ്റാൻഡിലെ പൊതു ശൗചാലയത്തിലും സമാനമായി ഒരു യുവതി ആത്മഹത്യ ചെയ്ത നിലയിൽ കണ്ടെത്തി. വിവാഹ വസ്ത്രവും കഴുത്തിൽ താലിയും നെറ്റിയിൽ സിന്ദൂരവും അണിഞ്ഞ ഒരു 22കാരി. അവരുടെയും ഐഡന്റിറ്റി വെളിപ്പെടുത്തും വിധം യാതൊന്നും പോലീസിന് ലഭിച്ചില്ല. തനിയെ ശുചിമുറിക്കുള്ളിലേക്ക് എത്തിയ യുവതി സ്വയം ജീവനെടുത്തു. ആരെങ്കിലും അന്വേഷിച്ചെത്തുമെന്ന പ്രതീക്ഷയിൽ പോലീസ് കുറച്ചുനാൾ ഭൗതികദേഹം സൂക്ഷിച്ചെങ്കിലും പിന്നീട് അനാഥ ജഡങ്ങൾക്കൊപ്പം സംസ്കരിച്ചു. പൂർണിമയുമായി അവർക്കൊരു ബന്ധമുണ്ടായിരുന്നു. മരണകാരണം സയനൈഡ്. സയനൈഡ് എന്ന വാക്കിൽ തന്നെ അവരെ ഇരുവരെയും കൂട്ടിക്കെട്ടുന്ന മറ്റൊരു പേര് കൂടെ ഇന്ന് നമുക്കറിയാം. രാജ്യത്തെ ആകെ പിടിച്ചുകുലുക്കിയ, അമ്പരപ്പിച്ച, ഭീതിപ്പെടുത്തിയ ഒരു പേര്. മോഹൻകുമാർ വിവേകാനന്ദ് അഥവാ സയനൈഡ് മോഹൻ. ഹാസനിൽ യുവതിയെ മരിച്ച നിലയിൽ കണ്ടെത്തുന്നതിന് തലേ ദിവസം, അതായത് 2009 ജൂൺ 17 140 കിലോമീറ്റർ അകലെയുള്ള ബണ്ട്വാലിൽ അനിത എന്നൊരു സ്ത്രീയെ കാണാതെയായി. സംഘപരിവാർ ഹിന്ദുത്വ പരീക്ഷണശാലയായി കണ്ടിരുന്ന ദക്ഷിണ കന്നഡയിലെ ബണ്ട്വാലിൽ ആ തിരോധാനം ചെറിയ പുകിലല്ല ഉണ്ടാക്കിയത്. പെൺകുട്ടി ആ പ്രദേശത്തെ മുസ്ലിം പയ്യന്മാർ പ്രണയം നടിച്ച് തട്ടിക്കൊണ്ടുപോയതാണെന്ന കിംവദന്തി എളുപ്പം കത്തിപ്പടർന്നു. വർഗീയ കലാപങ്ങൾക്ക് ചെറിയൊരു സ്പാർക്ക് മാത്രം ആവശ്യമുള്ള ദേശത്ത് ലവ് ജിഹാദ് എന്ന ആരോപണം കലാപ സമാനമായ സാഹചര്യമാണ് ഉണ്ടാക്കിയത്. മുഖ്യമന്ത്രി അടക്കം ഉന്നതരെല്ലാം സ്ഥലത്തെത്തി. അന്വേഷണത്തിന് ഉത്തരവാവുക മാത്രമല്ല, അതിനായി പ്രത്യേക അന്വേഷണ സംഘത്തെ വരെ നിയമിക്കുകയും ചെയ്തു. CI നഞ്ചുണ്ടഗൌഡ, ASP ചന്ദ്രഗുപ്ത എന്നിവരുടെ നേതൃത്വത്തിൽ അന്വേഷണം തകൃതിയായി ആരംഭിക്കുമ്പോഴേക്കും അജ്ഞാതദേഹമായി അനിത ഹാസനിൽ എരിഞ്ഞടങ്ങിയിരുന്നു. അനിതയെ കണ്ടെത്താനായി ഫോൺ പരിശോധിച്ച പോലീസ് രാത്രികാലങ്ങളിൽ അവരിലേക്ക് വന്ന ഫോൺ കോൾ ഡീറ്റെയിൽസിലേക്ക് അന്വേഷണം വ്യാപിപ്പിച്ചു. ആ നമ്പറിന്റെ ഉടമയ്ക്ക് അനിതയുടെ തിരോധാനവുമായി ബന്ധമുണ്ടെന്ന് ഉറപ്പിച്ചു. ആളെയും കണ്ടെത്തി. മടിക്കേരിയിലുള്ള ശ്രീധർ. അയാളുടെ പേരിലുള്ള നമ്പറിൽ നിന്നാണ് നിരന്തരം അനിതയ്ക്ക് വിളി വന്നത്. ഉടൻ പോലീസ് ശ്രീധറിലേക്ക് അന്വേഷണം വ്യാപിപ്പിച്ചു. എന്നാൽ ആ നമ്പർ ഉപയോഗിച്ചിരുന്നത് ശ്രീധറിന്റെ സഹോദരിയായിരുന്നു. പേര് കാവേരി. 2009 ഫെബ്രുവരി മുതൽ കാവേരിയും മിസ്സിംഗ് ആയിരുന്നു. പോലീസിനെ ഞെട്ടിച്ചത് കാവേരിയുടെ കോൾ ലിസ്റ്റ് ആയിരുന്നു. അനിതയുടേതിന് സമാനമായി കാവേരിയുടെ ഫോണിലും രാത്രികാലങ്ങളിൽ മണിക്കൂറുകളോളം നീണ്ട സംസാരത്തിന്റെ രേഖകൾ ഉണ്ടായിരുന്നു. ആ നമ്പർ തേടിയുള്ള ഓട്ടം നിന്നത് കാണാതായ മറ്റൊരു സ്ത്രീയിൽ. അനിതയിൽ തുടങ്ങിയ പോലീസിന്റെ പാച്ചിൽ 20 സ്ത്രീകളുടെ മരണത്തിന്റെ വേരിലാണ് തട്ടി നിന്നത്. ആ സംഭാഷണങ്ങളുടെ ഒക്കെയും മറുപുറത്തെ രക്തദാഹിയായ ഒരു കില്ലറിലേക്ക്, സയനൈഡ് മോഹനിലേക്ക്. സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്ന കുടുംബങ്ങളിലെ വിവാഹപ്രായം കഴിഞ്ഞ പെൺകുട്ടികളെ പ്രണയം നടിച്ച് കടത്തിക്കൊണ്ടുവന്ന് ശാരീരിക ബന്ധത്തിലേർപ്പെട്ട ശേഷം സയനൈഡ് നൽകി കൊന്നുകളയുകയായിരുന്നു മോഹന്റെ രീതി. ദീർഘകാലം ഫോണിലൂടെ സംസാരിക്കും. വീട്ടുകാർ അറിയാതെ ദൂരദേശങ്ങളിലേക്ക് ഒളിച്ചോടി പോകാൻ നിർബന്ധിക്കും.
വിവാഹം കഴിഞ്ഞ് അടുത്ത ദിവസം എന്തെങ്കിലും കാരണം പറഞ്ഞ് ആഭരണവും പണവും മുറിയിൽ വെച്ച് പുറത്തിറങ്ങും. ഏതെങ്കിലും ബസ് സ്റ്റാൻഡിൽ എത്തുമ്പോൾ കയ്യിൽ കരുതിയ സൈനൈഡ് കലർന്ന ഗുളിക ഗർഭനിരോധന ഗുളിക എന്ന പേരിൽ കഴിക്കാൻ നൽകും. ക്ഷീണം ഉണ്ടാകാൻ സാധ്യതയുള്ളതുകൊണ്ട് വിശ്രമ മുറിയിൽ വെച്ച് കഴിക്കാമെന്ന് അഡ്വൈസ് ചെയ്യും. യുവതി അകത്ത് കയറി അരമണിക്കൂറോളം നേരം അയാൾ അതേ പരിസരത്ത് ആരും ശ്രദ്ധിക്കാത്ത വിധം കറങ്ങി നടക്കും. മരണം ഉറപ്പുവരുത്തി തിരികെ മുറിയിൽ ചെന്ന് പണവും സ്വർണവുമായി കടന്നു കളയും. ശേഷം അടുത്ത ഇരയിലേക്ക്. മംഗളൂരുവിലെ കായികാധ്യാപകനായിരുന്ന മോഹൻകുമാർ 2003 മുതൽ 2009 വരെയുള്ള കാലഘട്ടങ്ങളിലായി കൊന്നൊടുക്കിയത് 4 മലയാളി സ്ത്രീകളടക്കം 20 പേരെയാണ്. യഥാർത്ഥ സംഖ്യ 32 ആണെന്നാണ് മോഹൻകുമാറിന്റെ പക്ഷമെങ്കിലും പോലീസിന് ഇതുവരെയും തെളിയിക്കാൻ കഴിഞ്ഞത് ഇത്രയും കേസുകൾ മാത്രമാണ്. ബെലഗാവിയിലെ ഹിന്നാൽഗ ജയിലിൽ വധശിക്ഷ കാത്തു കഴിയുകയാണ് ഇന്ന് അയാൾ. സൈനൈഡ് മോഹൻ ഇതിനു മുൻപും ഫിക്ഷനുകൾക്ക് ഹേതുവായിട്ടുണ്ട്. ത്രില്ലറിനും ഹൊററിനും എന്തിന് പ്രണയത്തിന് പോലും സ്കോപ്പ് ഉണ്ടല്ലോ അയാളുടെ കഥയിൽ. എന്നാൽ മമ്മൂട്ടി കമ്പനി ഏറ്റെടുക്കുന്ന കഥയായി മമ്മൂട്ടി തന്നെ നായകനായി സൈനൈഡ് മോഹന്റെ കഥ വീണ്ടും എത്തുമ്പോൾ അതിൽ പ്രതീക്ഷ നൽകുന്ന സിനിമാറ്റിക് മൊമെന്റുകൾ ഉണ്ടാകുമെന്നത് തീർച്ച.